Assalamualaikum. Welcome back to Salva's kitchen. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സോയ ചങ്ക്സ് കറിയാണ്. ഇത് നമുക്ക് ബീഫ് കറിയുടെ ടേസ്റ്റിൽ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇത് വളരെ ടേസ്റ്റ് ആണ് കഴിക്കാൻ. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ വെള്ളപ്പം, ദോശ, അതുപോലെ ചോറ് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാം. ഇത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അതായത് വെജിറ്റേറിയൻകാർക്കും നോൺ വെജിറ്റേറിയൻകാർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് കറിയാണ്. നമ്മുടെ സോയ ചങ്ക്സ് കറി ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി ഇതുപോലെ 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ, കുറച്ച് വലിയ ജീരകം, എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, എന്നിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ റോസ് സ്മെല്ല് പോകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി 2 മീഡിയം സൈസുള്ള സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതുപോലെ. ഇനി നമുക്കിത് പെട്ടെന്ന് വഴറ്റി റെഡിയാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പൊട്ടാറ്റോ പീൽ ചെയ്ത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പൊട്ടാറ്റോ കൂടി ചേർക്കുമ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് പൊടികളാണ്. ഇതുപോലെ ചെറിയൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1.5 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് പൊടികളെല്ലാം കൂടി റോസ് സ്മെല്ല് പോകുന്നത് വരെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. ഇതുപോലെ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഇങ്ങനെ എല്ലാതും കൂടി ആഡ് ചെയ്തുണ്ടാക്കുമ്പോൾ നമുക്കൊരു ബീഫ് കറിയുടെ ടേസ്റ്റിലാവും കിട്ടുക. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള തക്കാളി ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ജ്യൂസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒട്ടും വെള്ളം ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ പോരായ്മ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ സോയ ചങ്ക്സ് ചേർക്കുന്നത്. ഇതുപോലെ 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ സൈസാണ്. കട്ട് ചെയ്യേണ്ടവർക്ക് കട്ട് എങ്ങനെയും ചെയ്യാം. ഇത് ഞാൻ 15 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ കുതിർത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം കുതിർക്കാൻ. അപ്പോൾ ഇത് കുതിർത്തതിന് ശേഷം കണ്ടില്ല ഇതുപോലെ നല്ല വലിയ സൈസായിട്ട് വരും ഇത് കുതിർന്ന് വരുമ്പോൾ. ഇനി ഞാൻ കട്ട് ചെയ്യാതെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ബീഫിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഗ്രേവിയിൽ കവർ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓൾറെഡി ഇതിലൊരു കുതിർത്ത വെള്ളം കുറച്ചുണ്ട്. പിന്നെ നമ്മൾ ടൊമാറ്റോൻ്റെ ജ്യൂസും ഒഴിച്ചതാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മതി. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതപ്പം കുക്കർ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. കണ്ടില്ലേ നമ്മുടെ സോയ ചങ്ക്സ് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഓവറായിട്ട് വേവിക്കരുത്, ഒറ്റ വിസിൽ മതി. അപ്പോഴാണ് കുറച്ചിങ്ങനെ കടിക്കാണ്ടാവുക, എന്നാൽ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നല്ലൊരു ഗ്രേവിയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി വഴറ്റി ഉണ്ടാക്കിയത് കൊണ്ട് താളിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇതാ നമ്മുടെ സോയ ചങ്ക്സ് കറി ഞാനിവിടെ 5 മിനിറ്റിന് ശേഷം സെർവ് ചെയ്തിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയാണ് കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ഈ ഒരു മെത്തേഡിൽ സോയ ചങ്ക്സ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തവർ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഞാനിവിടെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടർ ഈ ചൂടായിട്ടുള്ള സോയ ചങ്ക്സ് കറിയിൽ മെൽറ്റ് ചെയ്ത് വരുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് കഴിക്കാൻ. ഇഷ്ടമില്ലാത്തവർക്ക് ആ സ്റ്റേജ് സ്കിപ്പ് ചെയ്യാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.
അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.